അഫാനെ പറ്റി ഓരോ ദിവസവും കാര്യങ്ങൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മയുണ്ടെങ്കിൽ മീഡിയാസിൻ്റെ മുമ്പിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പോലീസിൻ്റെ അടുത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉപ്പ അറിയാത്ത കുറേയധികം കാര്യങ്ങൾ ഉമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് മെയിനായിട്ടുള്ളൊരു കാര്യം, ഈ ഒരു അഫാൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തൻ്റെ ആപ്പിലൂടെ, മൊബൈലിലുള്ള ആപ്പിലൂടെ കടവും കാര്യങ്ങളും എടുത്തിട്ടാണ് ഇതിൽ കൂടുതൽ കടങ്ങൾ വന്നിട്ടുള്ളതെന്നൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. പിന്നെ സാധാരണയുള്ള എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവരെ കടവും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ഛന് ബിസിനസ് കുറച്ച് നഷ്ടവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ്. അത് ആ ഒരു കടം ആ ഒരു അച്ഛനും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അല്ലാതുള്ളൊരു കടം ഈ ഒരു മകൻ ഇതേ കണക്കുണ്ടെങ്കിൽ ആപ്പുകളിൽ നിന്നൊക്കെ പൈസ കടമായിട്ട് എടുത്തതിൻ്റെ ഭാഗമാണ് ഈ ഒരു കടവും കാര്യങ്ങളൊക്കെ. അതിനു വേണ്ടി സ്വന്തം കാമുകിയുടെ കയ്യിൽ കിടന്ന മാല വരെ പണയം വെച്ചിട്ടുണ്ടായിരുന്നു പൈസയ്ക്കൊക്കെ വേണ്ടി. പിന്നെ ഉമ്മയെടുത്ത് പോയി അവിടെ നിന്ന് കടം വാങ്ങുമായിരുന്നു പൈസ. അങ്ങനത്തെ പൈസ കൊണ്ട് പൈസയ്ക്ക് വേണ്ടിയാണ് അവൻ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ധൂർത്തും കാര്യങ്ങളൊക്കെയാണെന്ന് അറിയാൻ പറ്റിയത്. എപ്പോഴും ഫുഡ് അടിക്കാൻ വെളിയിൽ പോവുക, അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള, അത് ബൈക്കിലൊക്കെ ഫുൾ പെട്രോൾ അടിച്ച് ചുമ്മാ കറങ്ങി നടക്കും, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലായിരുന്ന സമയത്ത് അറിയാൻ സാധിച്ചു അവൻ ഉച്ചയ്ക്കൊക്കെ പൊറോട്ടയും ചിക്കനും ഒക്കെ വേണമെന്നാണ് പോലീസിനോട് പറഞ്ഞത്. ഞാൻ ചോറൊന്നും കഴിക്കാറില്ലെന്ന് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞെന്ന്. അതുപോലെ തന്നെ തറയിൽ ചുമ്മാ കിടക്കാറില്ല, എനിക്ക് പായൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവൻ എന്തുമാത്രം ലക്ഷറിയസ് ആയിട്ട് ലൈഫൊക്കെ ജീവിച്ചിട്ട് ദിവസവും ഇതേ കണക്ക് വെളിയിൽ പോയി ചിക്കനും പൊറോട്ടയും അതും ഇതും കഴിക്കണമെങ്കിൽ ദിവസേന കഴിക്കണമെങ്കിൽ ക്യാഷ് വേണ്ടേ. അതിനൊക്കെ ഈ ആപ്പിൽ നിന്ന് ഇങ്ങനെ കടം എടുത്തുകൊണ്ടിരിക്കുക, അത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. അവസാനം ഇതെല്ലാം ചെയ്ത് ക്യാഷ് കൊടുക്കാൻ ആരും ഇല്ലാതായി. ഉപ്പയ്ക്ക് ഒന്നാതെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് കടമുണ്ട്. ഇതെല്ലാം കൂടെ ആയപ്പോൾ ഇവന് സഹിക്കുന്നില്ല. അപ്പം ഇതാണ് വഴി, അവനിങ്ങനെ ചെയ്തു. സ്വന്തം അനിയനെയും കാമുകിയെയും മാമനെയും മാമിയ അച്ഛൻ്റെ അമ്മയും എല്ലാവരെയും അങ്ങ് തീർത്ത് കളഞ്ഞു. ഇപ്പം എന്താണ്, ഇപ്പം അവൻ ജയിലില്ല. ഇനിയിപ്പോൾ അവന് അവിടെ പൊറോട്ടയും ചിക്കനൊന്നും കിട്ടത്തില്ലേ? ചിലപ്പോൾ അത് അറിയാമല്ലോ, ജയിലിൽ അതൊക്കെ കിട്ടുമായിരിക്കും, അറിയാൻ വയ്യ. എന്നിരുന്നാലും ഇതൊക്കെ കൊണ്ട് അവൻ എന്ത് നേടിയെന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നില്ല. ഒരു കുടുംബം തന്നെ മൊത്തത്തിൽ നഷ്ടമായേക്കുവാണ്. അതിപ്പം ആ ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ. ഉമ്മയുടെ ഭാഗത്തും കുറേയധികം തെറ്റുണ്ട്. അവനെയൊക്കെ നല്ലോണം വളർത്തേണ്ടത്. ഇങ്ങനെ വെളിയിലൊക്കെ പോയി ഫുൾ ഫുഡ് കഴിക്കുന്ന എല്ലാം ഈ ഒരു ഉമ്മയ്ക്ക് അറിയാവുന്ന കാര്യം. അതുപോലെ ബാങ്കിൻ്റെ ഈ ഒരു ആപ്പിൽ നിന്ന് കടമെടുക്കുന്ന കാര്യം ഉമ്മയ്ക്കറിയാം. പക്ഷെ അതൊന്നും സ്റ്റോപ്പ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവരതിനെ സപ്പോർട്ട് ചെയ്ത് അവസാനം ഈ ഒരു സ്ഥിതിയിലാണ് വന്ന് നിൽക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു ഉമ്മയിലും ഡൗട്ടുണ്ട്, ഇവരും കൂടെ ചേർന്നിട്ടാണോ ഇതെല്ലാം കൂടെ ചെയ്തിട്ടുള്ളതെന്നൊരു കാര്യം. ഇവരെ ആവശ്യത്തിനും കടങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് എന്നാണ് പറയുന്നത്. ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളെ വരും ദിവസങ്ങളിൽ മാത്രം അപ്ഡേറ്റ് ആയിട്ട് വരത്തുള്ളൂ. എന്നിരുന്നാലും ശരി, ഇങ്ങനത്തെ ഉള്ള ഒരു മോനെ നല്ല രീതിയിൽ വളർത്താൻ അറിയത്തില്ലെങ്കിൽ പിന്നെ എന്താണ്. അങ്ങനെ നല്ലോണം വളർത്താത്തതിൻ്റെ മെയിനായിട്ടുള്ള ഇഷ്യൂ കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും സംഭവിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അവനെ നല്ല രീതിയിൽ വളർത്തി അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അവൻ ഇങ്ങനെ ദൂർത്തടിക്കാനൊന്നും ക്യാഷ് കൊടുക്കാതിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഒരു കൊച്ച്, അതായത് അവൻ്റെ അനിയനായിട്ടുള്ള 10ലൊക്കെ പഠിക്കുന്ന ആ ഒരു സഹോദരനെ വരെ അടിച്ച് കൊല്ലണമെങ്കിൽ അവൻ്റെ മാനസികാവസ്ഥ, അതായത് അവൻ്റെ ഒരു മെൻറ്റാലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിനെല്ലാം ഉമ്മ ഒരു കാരണക്കാരിയാണ്. നല്ല രീതിയിൽ നോക്കിയിരുന്നെങ്കിൽ ആ ഒരു മോനെയൊക്കെ രണ്ടുപേരെയും നോക്കിയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ എന്തായാലും ഓരോ ദിവസം ഈ അപ്ഡേറ്റും കാര്യങ്ങളും അഫാനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും അവർ പുതിയതായിട്ട് പറയുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ വല്ലതും പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മറക്കാതെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.